എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കും. വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം വരെ LBS വെബ്സൈറ്റ് വഴി ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളിലേക്കും കോഴ്സുകളിലേക്കും നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ ഓപ്ഷൻ നൽകുക. നിങ്ങൾ ഇപ്പോൾ പുതുതായിട്ട് ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ ആദ്യം 10 കോളേജുകൾ നൽകിക്കഴിഞ്ഞാൽ തന്നെ ഓപ്ഷൻസ് സേവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം അടുത്ത ഓപ്ഷനുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ കണ്ടിന്യൂസ് ആയിട്ടാണ് നൽകേണ്ടത്. അതായത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു നഴ്സിംഗ് കോഴ്സുകളിലേക്ക് ഓപ്ഷൻ നൽകിയിട്ട് അതിനുശേഷം പിന്നീട് അടുത്ത കോഴ്സ് 1, 2, 3 എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയല്ല, നഴ്സിംഗ് ഓപ്ഷൻ ഇപ്പോൾ നിങ്ങളൊരു 30 എണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ 30 കോളേജിലേക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് 31, 32 ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ നെക്സ്റ്റ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളോട് സേവ് ചെയ്യണം എന്ന് പറയാൻ കാരണം, അഥവാ നിങ്ങൾ ഈ ഒരു ബാക്ക് ബട്ടൺ ആറ്റം ക്ലിക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, അത് ഫോണിൽ കൊടുക്കുന്ന സമയത്ത് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അഥവാ നിങ്ങൾ ഓൾറെഡി ഓപ്ഷൻ നമ്പർ കൊടുത്തു പക്ഷേ സേവ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ വീണ്ടും ആദ്യം മുതൽ തന്നെ വീണ്ടും ഓപ്ഷൻസ് കൊടുക്കേണ്ടതായിട്ട് വരും, ഓപ്ഷൻ നമ്പർ കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓപ്ഷൻ നൽകുന്നതിനനുസരിച്ച് അത് ഒരു 10 ഓപ്ഷൻസ് നൽകുന്നതിനനുസരിച്ച് നിങ്ങൾ സേവ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഓപ്ഷൻ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾ കോളേജുകൾ ഏതൊക്കെ കോഴ്സിലാണ് കൊടുത്തത്, അതുപോലെ തന്നെ അവിടെയുള്ള ഫീസ് എത്രയാണ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും, അത് ഗവൺമെൻറ് ആണോ സെൽഫ് ഫിനാൻസ് ആണോ ഏത് കോളേജാണ് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കാണാൻ പറ്റുന്നതാണ്. അതുപോലെ നൽകിയിട്ടുള്ള ഓപ്ഷൻസിൽ ഏതെങ്കിലും ഓപ്ഷൻസിൻ്റെ ആ ഒരു ഓപ്ഷൻ നമ്പർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷൻസ് നൽകാനുള്ള ആ ഒരു ബോക്സിൽ ആ ഒരു നമ്പർ ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്രാമത്തെ ഓപ്ഷനായിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് ആ ഒരു ഓപ്ഷൻ നമ്പർ നൽകി സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്ഷൻ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റിനെ കുറിച്ച് പറയാം. ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട്, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് എങ്ങനെയാണെന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണം എന്നുള്ളത് നിർബന്ധമല്ല. അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയോ അല്ലെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു കിട്ടിയ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാനോ സാധിക്കുന്നതല്ല. ഇത് ജസ്റ്റ് ഒരു താൽക്കാലികമായിട്ട് നടത്തുന്ന ഒരു അലോട്ട്മെൻറ്റാണ്. അതായത് നിങ്ങൾക്ക് ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടാനാണ് സാധ്യത എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടാണ്. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്നത് കൊണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടണം എന്നുള്ളത് നിർബന്ധമല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം പറയാം. ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾക്ക് ഈ ഒരു LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സൈഡിലായിട്ട് 3 ലൈൻസ് കാണാം. അതിനുശേഷം ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുകയും രജിസ്ട്രേഷൻ ID, പാസ്വേഡ് എന്നിവ നൽകി സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ ഓപ്പൺ ആവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സൈഡിലായിട്ട് ഇതേപോലെ 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അലോട്ട്മെൻറ്റ്സ് എന്ന ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് കിട്ടിയതെന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഫീ പേയ്മെൻറ്റൊന്നും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ഇത് ജസ്റ്റ് ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ആണ്. അതിനുശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശേഷം മാത്രമാണ് ഈ ഒരു രീതിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുള്ളൂ. ട്രയൽ അലോട്ട്മെൻറ്റിൽ പ്രത്യേകിച്ച് ഫീ പേയ്മെൻ്റ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഇതൊരു താൽക്കാലിക അലോട്ട്മെൻ്റ് ആണ് എന്നത് പറഞ്ഞതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും, അതുപോലെ ഇതുവരെ ഓപ്ഷൻ നൽകാത്ത വിദ്യാർത്ഥികൾക്ക് പുതിയ ഓപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കാനും, അതുപോലെ നിലവിൽ ഓപ്ഷൻ നൽകിയുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ പുതുതായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാനുള്ള സൗകര്യം വെബ്സൈറ്റിലുണ്ട്. അതുപോലെ നൽകിയ ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെയും റിമൂവ് ചെയ്യാനുള്ള സൗകര്യവും വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കും. അപ്പോൾ ഈ ഒരു 18-ാം തീയതി രാവിലെ 10 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാനും പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് പുതിയ കോളേജുകൾ വേണമെങ്കിൽ ആഡ് ചെയ്യാനും അതുപോലെ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനും നൽകിയ ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഇപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളായിരിക്കണം ഓപ്ഷനായിട്ട് കൊടുക്കേണ്ടത്. അത് പ്രയോറിറ്റി ബേസിലായിരിക്കണം ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടത്. അതായത് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയും, നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെന്ന് കരുതുക. നിങ്ങളിപ്പോൾ ഒരു 100 ഓപ്ഷൻസ് കൊടുത്തു എന്ന് കരുതുക. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോളേജുകളാണ് ഫസ്റ്റ് ഓപ്ഷനുകളായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തിയത് എന്ന് കരുതുക. കാരണം പല വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലാണ് പറയാറുള്ളത് എനിക്ക് ഇഷ്ടമില്ലാത്ത കോളേജിലാണ്, ഇഷ്ടമില്ലാത്ത കോഴ്സിലാണ് കിട്ടിയത് എന്നുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 100 ഓപ്ഷൻസ് കൊടുത്തെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ
താല്പര്യമില്ലാത്ത കോളേജാണ് ഫസ്റ്റ് 10 കൊടുത്തതെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്കൊരു 10ാമത്തെ ഓപ്ഷനാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ ഇതിന് താഴെയുള്ള ബാക്കി 11, 12 ഇതോട്ട് 100 വരെയുള്ള ബാക്കി ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് ഇതിന് മുകളിലുള്ള ഹയർ ഓപ്ഷനുകളെ മാത്രമേ പിന്നീടുള്ള സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ കിട്ടിയാലും ഓപ്ഷൻ ഒന്ന് ഡിലീറ്റ് ചെയ്യപ്പെടില്ല. കാരണം ഇത് താൽക്കാലിക അലോട്ട്മെൻ്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് കിട്ടുന്നത് അതിന് താഴെയുള്ള മറ്റു ഓപ്ഷനുകൾ ഡിലീറ്റ് ആയി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് താല്പര്യമുള്ള, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള ഏതൊരു കോളേജിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജുകളായിരിക്കും ഓപ്ഷനായിട്ട് കൊടുക്കേണ്ടത്. സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾക്ക് 25,000 രൂപയായിരിക്കും ടോക്കൺ ഫീ പേയ്മെൻറ്റ്. ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ 23,170 രൂപയും. SC/ST OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ്റിലും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ്, അതായത് ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലെ മെറിറ്റ് സീറ്റുമാണെങ്കിൽ 1000 രൂപ മാത്രമാണ് ഫീസായിട്ട് വരിക. അതുപോലെ തന്നെ അഡ്മിഷൻ ടൈമിൽ ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ ജനറൽ കാറ്റഗറിയിൽ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഈ ഒരു SC/ST OEC വിഭാഗത്തിൽ ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലെ ഈ ഒരു മെറിറ്റ് സീറ്റിന് പകരം മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു സാധാരണ ഫീസായിട്ടുള്ള 1,13,000 രൂപയാണ് കോളേജിൽ അടക്കേണ്ടതായിട്ട് വരിക. ടോക്കൺ ഫീ പേയ്മെൻറ്റിനായിട്ട് അടച്ചിട്ടുള്ള പൈസ കുറച്ച ശേഷമുള്ള ബാക്കി പൈസയാണ് നിങ്ങൾ ഈ ഒരു കോളേജിൽ ഫസ്റ്റ് ഇയർ ഫീസായിട്ട് അടക്കേണ്ടത്. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഗഡുക്കളായിട്ട് അടക്കാനായിട്ട് അവസരം നൽകുന്നതല്ല. അതുകൊണ്ട് തന്നെ പൈസ മൊത്തമായിട്ടും അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ താല്പര്യമുള്ള കോളേജിൽ ഓപ്ഷൻസായിട്ട് ഉൾപ്പെടുത്തുക. വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഏകദേശം അതായത് 2 ദിവസത്തോളം അല്ലെങ്കിൽ 3 ദിവസത്തോളമാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കാനായിട്ട് സമയം കിട്ടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു SC/ST OEC വിദ്യാർത്ഥികൾക്ക് 1000 രൂപയും അതുപോലെ ബാക്കിയുള്ളവർക്ക് സെൽഫ് ഫിനാൻസ് ആണെങ്കിൽ 25,000 രൂപ, ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ ഏകദേശം 23,170 രൂപ. കോഴ്സ് അനുസരിച്ച് ഫീസിൽ മാറ്റം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കോളേജുകളായിരിക്കണം പ്രയോറിറ്റി ബേസിൽ ഓപ്ഷൻ നൽകേണ്ടത്. പ്രയോറിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ഓപ്ഷനുകൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളും താല്പര്യമുള്ള കോഴ്സുകളും ആയിരിക്കണം നൽകേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൽ ഏത് ഓപ്ഷൻ ലഭിച്ചു കഴിഞ്ഞാലും പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. കാരണം ആ ഒരു ഹയർ ഓപ്ഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആ ട്രയലിൽ കിട്ടുന്ന കോളേജുകൾക്ക് താഴെയുള്ള മറ്റു ഓപ്ഷനോ ഡിലീറ്റ് ചെയ്യപ്പെടുന്നതല്ല. നിങ്ങൾക്ക് ആ ഒരു എല്ലാ ഓപ്ഷനുകളെയും ഫസ്റ്റ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിലാണ് നിങ്ങൾക്ക് ഏത് കോളേജ് കിട്ടുന്നോ അതിന് താഴെയുള്ള മറ്റു ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ പ്രയോറിറ്റി ബേസിൽ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെ ഓപ്ഷൻ നൽകാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇന്ന് ഓപ്ഷൻ നൽകാനായിട്ട് ശ്രദ്ധിക്കുക.